അല്ല ഈ ബാഹുല് പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ അയ്യപ്പൻ അമ്പിളി ഇയാൾ എന്താ ശരിക്കും ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് കഥയെ നേരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയില്ല. പിന്നെ ഈ സീൻസിന്റെ ഇമ്പോർട്ടൻസ് എല്ലാരും പറയുമ്പോഴാണോ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് സീനാണ്, അപ്പൊ ഇത് നന്നായിട്ട് ചെയ്യണം എന്നുള്ള തോട്ട് വരുന്നത്. അല്ലാതെ കഥയുമായിട്ട് ഇൻവോൾവ് ചെയ്തല്ല ഞാൻ ചിന്തിച്ചത്. കാരണം എനിക്ക് കഥ അറിയില്ലല്ലോ. എനിക്ക് സീന് മുന്നേ, ഈ ഷോട്ടിന് മുന്നേ ഇതാണ് സീൻ, പക്ഷെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇതിന് ശേഷം ഇയാൾ എന്തായിരിക്കും ചെയ്യുക, ഇതിന് മുമ്പ് ഇയാൾ എന്ത് ചിന്തിച്ചിട്ടായിരിക്കും അവിടെ ഇരിക്കുക, ഇയാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഭാവം പറഞ്ഞു. സിറാജിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഡയലോഗ് ഇല്ലാത്തപ്പോഴും അയാളുടെ മുഖത്ത് ഭാവം വരുന്നിട്ട് അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ആവണല്ലോ. ഇപ്പൊ ഡയലോഗ് പറയുമ്പോൾ ഇപ്പൊ ഒരാൾ നമ്മളെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ഡയലോഗ് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അയാൾ നമ്മളെ ചിരിപ്പിക്കാനാണ് വരുന്നത്, അല്ലെങ്കിൽ അയാൾ നമ്മളെ കരയിപ്പിക്കാനാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ സിറാജിന്റെ ഇപ്പോൾ RDX എടുത്താലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈം ഫയൽസിൽ എടുക്കുമ്പോഴും ഒട്ടും ഡയലോഗ് ഇല്ലാത്ത ഏരിയയിലും സിരാജിന്റെ മനസ്സിൽ എന്താ പോണേ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ മനസ്സിൽ എന്താ പോണേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ചിരിയിൽ അയാള് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടില്ല, അപ്പൊ നിങ്ങളാണ് എന്നെ പ്രതി എന്ന് കണ്ടുപിടിച്ചാൽ പോലും ഇത് ഞാൻ എങ്ങനെ ചെയ്തു നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് മൊത്തവും ആ ചിരിയിലുണ്ട്. അല്ലെങ്കിൽ RDX ആ തുടക്കം തൊട്ട് ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് ഫുഡ് മേടിക്കാൻ വരുന്നവർ വരെയും ഇവരെ ഞാൻ എന്തോ ചെയ്യാൻ പോവാണ്, ഇവിടെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിറാജ് എന്താ ആലോചിക്കുന്ന ആ സമയത്ത്? അതെന്തോ ഭാഗ്യത്തിന് വരുന്നതെന്ന് തോന്നുന്നു. പറഞ്ഞപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോ നമ്മളിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ ചെയ്യുന്നത് ശരിയാണല്ലോ, അങ്ങനെ ഒരു തോന്നല്. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ സിരാജിനോട് ഇപ്പൊ മുഴുവൻ കഥ പറയുന്നില്ല, അത് പറയില്ല. അപ്പൊ ഈ സീനിന്റെ എഫക്ട് എന്താണ് അടുത്ത സീനിലെന്ന് അത്രയൊന്നും അറിയുണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിനെങ്ങനെ ഉൾക്കൊള്ളുന്ന ഞാൻ ചോദിക്കുന്നത്. അവരങ്ങ് വിശ്വസിക്കുകയാണ്. ചിലപ്പോ ഞാൻ വന്ന സ്കൂളായിരിക്കും. അതായത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത സിനിമകളിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ വരെ, ഇപ്പൊ കേരള ക്രൈം ഫയൽസിന് മുന്നേ വരെ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് ആ സീൻ, ആ ഷോട്ട് എന്താണെന്ന് പറഞ്ഞു തരും. നമ്മളവിടെ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക, ഓക്കെ പറയും. അപ്പൊ അത് ഞാൻ യൂസ്ഡ് ആയി ആ ഒരു പ്രോസസ്സ്. നമുക്ക് മൊത്തം കഥകൾ കേൾക്കണമെന്നില്ല. ഇപ്പം അജിച്ചേട്ടൻ പറയുമെന്ന് പറയുന്നത് എനിക്ക് സ്ക്രിപ്റ്റ് കേൾക്കണ്ട, എനിക്ക് ആ ഷോട്ടിന് മുന്നേ എന്താണോ അത് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ വേറൊരു സ്കൂളായിരുന്നു അത്. ബാഹു എഴുതി വെച്ചത് ഒരു വള്ളി പുള്ളി തെറ്റാതെ ഡയലോഗ് നമ്മൾ പറയണം. ആ ഗ്യാപ്പ്, ഒരു ഡയലോഗിന് ശേഷമുള്ള ഗ്യാപ്പ്, ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവമായിരുന്നു. ഇപ്പൊ എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇത്ര ഇല്ലെങ്കിൽ, സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇവിടെ വന്നപ്പോ ഇതുവരെ ചെയ്തത് എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ബാഹു എല്ലാം ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞ പോലെ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്റെ ഒരു തോട്ടും എന്റെ ഒരു പ്രോസസ്സും ബ്രേക്കായി. കാരണം നമ്മള് ബാഹു എന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ നമ്മൾ പറയണം. ചില സമയത്ത് നമ്മള് മാറാം, പെർഫോം ചെയ്യുന്നതിന്റെ ആ ഒരു വേയില് ചിലപ്പോ നമ്മുടെ മാറാം. ഗ്യാപ്പുകള്, ഓരോ കുത്തും കോമയൊക്കെ നമുക്ക് ചിലപ്പം ആ ഒരു വേയില് അല്ലെ പെർഫോം ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് മാറാം. പക്ഷെ മാറാൻ പാടില്ല ബാഹുവിന്. ബാഹു അത് ഭയങ്കരമായിട്ട് ഒരു അക്ഷരം മാറിയാൽ ചിലപ്പോ നമുക്ക് തോന്നും അയ്യോ മാറിയില്ല, അപ്പൊ തന്നെ കട്ടും കേൾക്കാം. കട്ട് അത് അവിടെ അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ബാഹു പറഞ്ഞ അതങ്ങനെ തന്നെ വേണം എന്നാലേ അതെല്ലാം എനിക്കൊന്നും ചോദിച്ചു. ഇപ്പൊ ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിംഗ് എയർലേക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു വരിയുണ്ട് അതിനകത്ത്. സീരീസ് കണ്ടാൽ മനസ്സിലാവും. ലാൽ ഇന്ദ്രൻസന്റെ ക്യാരക്ടർ അമ്പിളി രാജുവിന്റെ പോസ്റ്റിങ്ങിനെ പറ്റി പറയുന്ന. അപ്പൊ ഞാൻ അങ്ങനെ ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിംഗ് അങ്ങനെ ഒരു കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ അയാളുടെ സ്റ്റേഷൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ ട്രാൻസ്ഫർ ഉണ്ട് അത്ര പറഞ്ഞാൽ മതി ശരിക്കും. പക്ഷെ അതല്ലാതെ അങ്ങനെ ഒരു ഏരിയ ഉണ്ടോ? ഞാൻ ബാഹുവിനോട് ഇന്റർവ്യൂ ചോദിച്ചപ്പോ സഫാരിയുടെ ഇതില് ചരിത്രമേനിലൂടെ ഒരു പോലീസ് ഓഫീസർ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ അങ്ങനെ പറയുന്ന ഒരു ഏരിയ ഉണ്ടെന്നും അതുകൊണ്ട് അത് ഇവിടെ വേണമെന്നും അത്രയും പ്രിസൈസ് ആണ് ആ റൈറ്റർ എന്നുള്ള രീതിയിൽ ബാഹുല്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മ്യൂസിയം വന്ന് ഡോഗിന്റെ ഒപ്പം ഫുൾ സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഡോഗ് ആകെ പ്രശ്നത്തിലാവുന്നു. ഡോഗ് വന്ന് കയ്യിൽ കടിക്കുന്നു. ഈ കയ്യിൽ കടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഇയാൾക്ക് ആ ഡോഗിനോട് ഒരു ദേഷ്യം ഉള്ളതാണ്. വന്ന് കടിച്ചാലോ, കടി കിട്ടിയതിന്റെ ദേഷ്യമാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ പിന്നെ ഞാൻ പോയിട്ട് മൊത്തം സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ പോയി തിരിച്ചു നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നത് ഞാൻ വളർത്തിയതല്ലേ നിന്നെ, നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ള ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പില്ല. അതുപോലെയാ തോന്നുന്നത്. എന്താ ശരിക്കും ബാബുലി പറഞ്ഞു തന്നിരായിരുന്നു ഇതിന്? ഈ കടിയുടെ റിയാക്ഷനിൽ വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ അത് എനിക്ക് ഓൾറെഡി അറിയാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. ഓൾറെഡി അങ്ങനെ ഇൻസിഡൻസസ് നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ.
അങ്ങനെ അപ്പൊ അവിടുന്ന് ഇവൻ സെയിം പരിപാടി തന്നെ കാണിക്കുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻ ആണ് ഞാൻ ചെയ്തത്. ശരിക്കും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, അവൻ പിന്നെയും കയ്യിൽ നിന്ന് പോവാണല്ലോ, ഇത്തവണ എന്തായാലും കയ്യിൽ നിന്ന് പോകും മിക്കവാറും. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കടി കിട്ടുന്നതും ബാക്കിയുള്ള റിയാക്ഷൻസ് ഒക്കെ. പിന്നെ എല്ലാരും അറിയുമല്ലോ ഇവന് പ്രശ്നമാണ്, മെഡിക്കലി ഫിറ്റ് അല്ല എന്നൊക്കെ എല്ലാരും അറിയും. പിന്നെ ഞങ്ങളുടെ ജോലിയും പോകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു ഏരിയ ആണ്, നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏരിയ. ഞാനത് പുറത്തറിയാതെ അറിയിക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ അത് അറിയിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തി. നമ്മുടെ ക്രൈം ഫയൽസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ക്രൈം ഫയൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് ഈ അന്തഗോണിസ്റ്റിന്റെ അച്ഛന്റെ ഒരു ലൈഫ് പറയുന്ന ഒരു ഏരിയയാണ്. അച്ഛൻ ആകെ കാണിക്കുന്നത് അച്ഛൻ കിടക്കുന്ന ഒരൊറ്റൊരു ഷോട്ട് മാത്രമാണ്. അയാൾ എന്തായിരുന്നു, അയാൾക്ക് ചുറ്റുമുള്ള മൃഗങ്ങളോടും പക്ഷികളോടൊക്കെയുള്ള സ്നേഹം എന്താണെന്നൊക്കെ ഇരിക്കുന്നത് സിരാജുദ്ദീന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലാണ് ഇരിക്കുന്നത്. അയാൾ എത്രമാത്രം ഒരു പാമ്പിനെ, അതായത് വിഷമുള്ള പാമ്പിനെ പോലെ എത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ആ ഡിസ്ക്രിപ്ഷനില്ല. ഒരിക്കലും അങ്ങനെ ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ മരിച്ചത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കുക എളുപ്പമല്ല. ഈ ആ സീനിന് ബാഹുല് അല്ലെങ്കിൽ അഹമ്മദ് അവരെ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്ന, അത് സ്വയം പ്രിപ്പയർ ആയവൻ എന്തൊക്കെ ചെയ്തു? അയ്യോ, അത് ശരിക്കും സെക്കൻഡ് ഡേ, എന്റെ സെക്കൻഡ് ഡേ ആണ് അത്. എനിക്ക് അതുപോലെ ചോദിക്കാനുള്ള ഒരു കാര്യം, അവിടെ കരയുന്നൊന്നുമില്ല. ഈ ഡോഗിന്റെ ഡെഡ് ബോഡി മൂടിയിട്ട സ്ഥലത്ത് ആദ്യമായിട്ട് കണ്ണീര് വരുന്നത് അതിലൊരു പെർട്ടിക്കുലർ ആയിരുന്നു അല്ലേ, എവിടെയാണ് കരയേണ്ടത് അവിടെ കരയേണ്ടത്? അങ്ങനെ ഇല്ലായിരുന്നു. ശരിക്കും കരയണമായിരുന്നു ആ കഥ പറയുന്ന നരേഷനില് അത് പറഞ്ഞിരുന്നു. പിന്നെ എന്റെ സെക്കൻഡ് ഡേ ആണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ജോയിൻ ചെയ്ത സെക്കൻഡ് ഡേ അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സീനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ബാഹു പറഞ്ഞത്, ആസ് എ മേക്കർ ഞങ്ങൾക്കും ആസ് എ പെർഫോമർ നിനക്കും ചെയ്യാൻ പറ്റിയൊരു ഇമ്പോർട്ടന്റ് സീനാണത്. നമ്മുടെ ഈ വെബ് സീരീസിലെ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സീനാണത്. സോ അത് നമ്മള് നന്നായി തന്നെ നമ്മൾ മാക്സിമം 100% ചെയ്യണം എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്നു. എനിക്ക് അതിനു മുമ്പ് ഈ ഡയലോഗും ആദ്യമേ തന്നിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടല് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത്രയും നാള് ഞാൻ ഫ്രീ ആയിരുന്നു. ഈ ഡയലോഗ് കിട്ടിയതിനു ശേഷം ഞാൻ കൊണ്ടന്റ് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ചായ ഒക്കെ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഈ ഡയലോഗ് തന്നെ. അപ്പൊ നമ്മള് ഈ ഡയലോഗ് വായിക്കുമ്പോൾ ഉണ്ട്, അത് എല്ലാം ഒറ്റ ടേക്കാണ് എടുത്തതും. ഒറ്റ സ്ട്രെച്ചിലാണ് എല്ലാ ഫ്രെയിമും ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഡയലോഗ് ഫുള്ള്. അപ്പൊ എന്റെ മനസ്സ് മൊത്തം ഈ ഡയലോഗാ. കൊണ്ടല് ചെയ്തോണ്ടിരിക്കുമ്പോ ഫ്രീ ടൈമില് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. കാരണം എല്ലാരും ആർട്ടിസ്റ്റ് എല്ലാം ബോട്ടിൽ തന്നെ ആണല്ലോ, ഞങ്ങൾ നേരെ കടലിൽ പോകും. പക്ഷെ ആ സമയത്തൊക്കെ എന്റെ മനസ്സിൽ ഈ ഡയലോഗാ പൊക്കോണ്ടിരിക്കണം. ഇത് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യും, അത്ര ഇമ്പോർട്ടന്റ് സീനാന്ന് പറയുകയും ചെയ്യുന്നു. നമുക്കപ്പോ ഇല്ല, അധികം ദിവസം ഒന്നും എടുത്തില്ല. അപ്പൊ ഞാനൊന്ന് നമ്മുടെ രീതിയില് പെർഫോം ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒറ്റക്കൊക്കെ നിൽക്കുമ്പോ, റൂമിലൊക്കെ വന്ന് ഒറ്റക്കൊക്കെ നിൽക്കുമ്പോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടേതായിട്ടുള്ള ധാരണ ഉണ്ടല്ലോ ഈ സീൻ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ അപ്പൊ എനിക്കറിയാം അടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോ ഈ സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത് രാവിലെ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഉള്ളു മൊത്തം ടെൻഷനാ. പക്ഷെ ഇത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ ഓക്കെ പിടിക്കാം, ഓക്കെയാണ്, സെറ്റാണ്, ഡയലോഗ് പഠിച്ചിട്ടുണ്ട്, പോവാം എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺഫിഡൻസ് ആ ലെവല് ഞാൻ തന്നെ ഹൈ ആക്കിയിട്ട് വന്നിരിക്കുക. അപ്പൊ എന്റെ നേരെ അത് ചെയ്തേ പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിരിക്കും എന്ന് നമ്മൾ തന്നെ ആദ്യം വിശ്വസിക്കണമല്ലോ, എന്നാലേ നമുക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അതെ, നമ്മളിത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് നമുക്കൊരു ബോധ്യം ആദ്യം വേണം. നമ്മളൊരു കോൺഫിഡൻസ് ഈ പറഞ്ഞ പോലെ ഫേക്ക് ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് നമ്മൾ എത്തിക്കണം, എന്നാലേ നമുക്ക് അത്രയും വലിയൊരു ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചെന്നിരുന്നു. അപ്പൊ എന്റേതായിട്ടുള്ള രീതിയിൽ ആദ്യം ഒരു ടേക്ക് പോയി. അപ്പൊ ബാഹു വന്നിട്ട് ഇതല്ല കേട്ടോ. അപ്പൊ എന്റെ ഫേക്ക് ചെയ്ത് വെച്ച കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോയി. ഞാൻ ഇതല്ലല്ലേ പിന്നെ എങ്ങനെയാ. അപ്പൊ ബാഹു പറഞ്ഞു തന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ഭയങ്കര ഇമോഷണലി കരഞ്ഞ് ചെയ്ത സ്ഥലത്ത് ബാഹു പറഞ്ഞു അവിടെ ചെറിയൊരു ചിരി കൊടുത്താൽ മതി. പുള്ളി ആ പറഞ്ഞ ബ്രേക്ക്, നമ്മൾ നേരത്തെ ബ്രേക്കിംഗ്, നമ്മള് ചിന്തിക്കുന്നത് അവിടെ ആ ഡയലോഗ് വായിക്കുമ്പോൾ ഭയങ്കര കരഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയുന്നു. പക്ഷെ അവിടെ ചെറിയൊരു ചിരിയൊക്കെ കൊടുത്ത് വളരെ പറഞ്ഞാല് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും പെർഫോം. ശരി, കാരണം അയാൾ എത്രയോ ആ ഇൻസിഡന്റ് ആലോചിച്ച് കരച്ചിൽ വരില്ലല്ലോ. ഇത് എന്തുകൊണ്ട് ഇയാള് ഈ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് ഈ ഒരു കഥ പറഞ്ഞാൽ മതി, അപ്പുറത്തേക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇത്രയും പറഞ്ഞാൽ മതി. ഈ ഒരു കഥ ഇയാളുടെ ലൈഫിലുണ്ട്, ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ഒരു മൃഗങ്ങളെ അത്രയും സ്നേഹിക്കുന്ന ഫാദറിന്റെ മോനാണ്. അപ്പൊ ഇദ്ദേഹം ഇതൊക്കെ കടന്നാ ഇവിടെ എത്തിക്കണം. അപ്പൊ ആ ഡോഗിനെ എന്തോരം ഈ മകൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഈ ഒരൊറ്റ കഥയെന്ന്
അയാൾക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ വേറെ നിവൃത്തിയില്ല ഇത് കേട്ട് അതെ, കഴിയുമ്പോൾ. അതെ, അതെ. അപ്പൊ അത് നമ്മൾ ഫലിപ്പിക്കണ്ടേ ചെയ്ത്. അയാൾക്കും തോന്നണം, കാണുന്ന പ്രേക്ഷകനും തോന്നണം ഇവൻ എന്തുകൊണ്ടാണ് ഇത് കൺവിൻസ് ചെയ്യണം അവിടെ. കൺവിൻസ് ചെയ്യണമല്ലോ. അത് എന്തായാലും എന്തോ ഭയങ്കര കറക്റ്റ് ആയിട്ട് വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഷോട്ട് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു ബാഹുലി? കൈയടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു എനർജി, നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ.